ദില്ലിയിൽ ഗോവധവും ബീഫ് വിൽപ്പനയും നിരോധിക്കണമെന്ന പൊതു താൽപര്യ ഹർജി തള്ളി. ദില്ലി ഹൈക്കോടതിയുടേതാണ് നടപടി. വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മനു, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കോടതി ഈ ഹർജി തള്ളിയത്? മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, രാജ്യ തലസ്ഥാനത്ത് പശുവിനെ കൊല്ലുന്നതും ബീഫ് വിൽപ്പനയും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ദേശീയ തലസ്ഥാന മേഖലയിൽ ബീഫ് വിതരണവും പശുവിനെ കൊല്ലുന്നതും നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരണമെന്നുമായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. എന്നാൽ ഈ ഹർജിയിലെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാനാകുന്നതല്ലെന്നും പ്രത്യേകിച്ച് ദേശീയ തലസ്ഥാനത്ത് ബീഫ് വിൽപ്പന തടയുന്നത് നിലവിൽ വരുത്താനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗോവധ നിരോധന നിയമം നടപ്പാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പശുവിനെയും സമാന മൃഗങ്ങളെയും കൊന്നാൽ 10 വർഷം തടവ് ലഭിക്കുന്ന നിയമം നിലവിലുള്ള കാശ്മീർ മാതൃക ദില്ലിയിലും നടപ്പാക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനായി സംസ്ഥാന സർക്കാരിനോട് നേരിട്ട് കോടതി തന്നെ ആവശ്യപ്പെടണമെന്നുമായിരുന്നു ഹർജിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ പ്രായമായ പശുക്കളെയും കാളകളെയും സംരക്ഷിക്കാൻ പ്രത്യേകിച്ചൊരു ഗോകുൽ ഗ്രാമം നിർമ്മിക്കണമെന്നും ഈ ഹർജിയിൽ ഹൈക്കോടതി മുമ്പാകെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും പറഞ്ഞുകൊണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുമാണ് കോടതി ഈ ഹർജി, പൊതു താൽപര്യ ഹർജി പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അജിംഷ, അതായത് മനു ശങ്കരൻ, കേരള ഹൗസിൽ അടക്കം പോലീസിന്റെ റെയ്ഡിലേക്ക് വരെ നീങ്ങിയത് ഇത്തരത്തിൽ ഒരു സംഘപരിവാർ താല്പര്യമായിരുന്നു. ബീഫ് വിൽപ്പന നടത്തി എന്നതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള നിയമപരമായ ഒരു നീക്കം ഇതടക്കം ഇതിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു നീക്കത്തിനാണ് തുടക്കത്തിൽ കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുന്ന എന്ന വലിയ വ്യാപ്തി കൂടി ഇതിനില്ലേ മനു ശങ്കരൻ? തീർച്ചയായും അജിംഷാദ്, സ്വാമി സത്യാനന്ദ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിലൊരു പൊതു താൽപര്യ ഹർജി കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇവരുടെ പശ്ചാത്തലം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സംഘപരിവാർ അണികൾ പ്രവർത്തകർ കൂടിയാണ് ഇവർ. ഇത്തരത്തിൽ സംഘപരിവാർ ബീഫ് നിരോധനം നടപ്പിലാക്കണമെന്ന് തുടരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കേരള ഹൗസിലടക്കം ബീഫ് റെയ്ഡ് പോയിനായി ദില്ലി പോലീസ് എത്തിയതിന് കടുത്ത വിമർശനം എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നിരുന്നു. ദില്ലി സർക്കാരിന്റെ റിപ്പോർട്ടിൽ തന്നെ ദില്ലി പോലീസിനെതിരെ കടുത്ത വിമർശനം, ചട്ടവിരുദ്ധമായ നടപടികളാണ് ദില്ലി പോലീസ് നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില പ്രത്യേക രാഷ്ട്രീയ അജണ്ടയ്ക്ക് ദില്ലി പോലീസും വഴങ്ങിയെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ സംഘപരിവാർ അണികൾ ഉയർത്തിയിരുന്ന വാദം ഗോവധം മാത്രമല്ല ബീഫും ദില്ലിയിൽ നിരോധിക്കണമെന്നൊരു ആവശ്യവും ഇവർ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു കാര്യത്തിന് ഒരു നിയമപരമായ മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്വാമി സത്യാനന്ദയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതി തന്നെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പൊതു താൽപര്യ ഹർജി പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അജിംഷ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ ഗോവധവും ബീഫ് വിൽപ്പനയും നിരോധിക്കണമെന്ന പൊതു താൽപര്യ ഹർജിക്ക് തിരിച്ചടി. ഹർജി തള്ളിക്കൊണ്ട് ദില്ലി ഹൈക്കോടതിയുടെ നടപടി. ഇതിന്റെ വിശദാംശങ്ങളാണ് മനു ശങ്കരൻ നൽകിയത്.